ഗൈസ് ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. ഞാനിവിടെ വന്നത് ഒരു 4 മണി ഒക്കെ ആയപ്പോൾ വന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഫ്രഷായിട്ട് നമ്മൾ വിൻസിറ്റൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ആഫ്റ്റർ ഒരു 3-4 മാസമായിട്ട് 3 മാസമായി ഞാൻ ഹോസ്റ്റലിൽ പോയിട്ട്. ഇപ്പോഴാണ് ഞാൻ നാട്ടിൽ വന്നത്. അതുവരെ ഞങ്ങൾ തമ്മിൽ ഒരു കോൺടാക്റ്റും ഉണ്ടായിരുന്നു. ആകെ ജസ്റ്റ് കോൾ ചെയ്യും അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാനിന്ന് അവർക്ക് സർപ്രൈസായിട്ട് പോകാൻ പോവാണ്. അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ എടുത്തിട്ട് പോകാൻ പോണേ. അങ്ങനെ ഞാൻ അവളുടെ വീട്ടിലെത്തി. ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് കണ്ടിട്ട് ഒരു മൈൻഡ് ചെയ്യാതെ അവളെങ്ങടെ പോണേന്നല്ലേ, വേറെ എങ്ങോട്ടുമല്ല അവളുടെ പപ്പിക്കുട്ടിയെ അയച്ചിട്ടേക്കായിരുന്നു. അവരെ കൂട്ടിലാക്കാൻ പോയതാണ്. കിട്ടുന്നല്ലോ കോക്കാച്ചിനെ പോലെ ഇരിക്കുന്നതിനെ കാണാൻ. ഇതോ നോക്ക്, ആ നെയ്റ്റിട്ട് വരുന്ന ആരാന്ന് മനസ്സിലായോ? അതാണ് എൻ്റെ മിൻസ്. സ്വീറ്റീനെ കിട്ടി. സ്വീറ്റി അതെ, ഉറക്കത്തേന്ന് മേടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവൾക്ക് ഉറങ്ങണ്ട. അവള് ഞാൻ എത്തി സർപ്രൈസ് ഞെട്ടിത്തെറുക്കി. അങ്ങനെ നാച്ചുറലായിട്ട് അവളാണെന്ന് സർപ്രൈസ് ആവാനാണ് പറഞ്ഞത്. പക്ഷേ കൊച്ചാണെങ്കിൽ ക്യൂട്ട്നെസ് വരെ അറിഞ്ഞില്ലേ. പിന്നെ അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ ആകെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ വർക്ക് നടക്കുമായിരുന്നേ. നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഒരു ട്രസ്റ്റബിൾ ഫ്രണ്ട് എന്നൊക്കെ പറയാൻ ഒരാളുണ്ടാവില്ലേ. നമ്മുടെ എല്ലാ കാര്യവുമായിട്ട് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരാൾ. നമ്മുടെ ഫേസ് ഒന്ന് മാറിയാൽ തന്നെ എന്താടി നിനക്ക് പറ്റിയെന്ന് ചോദിച്ചിട്ട് വന്നെടുത്തി ഉണ്ടാവില്ലേ. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരാളേ ഉള്ളൂ, അതെൻ്റെ വിൻസിറ്റ ജോർജ് ആണ്. അവൾ എനിക്ക് അത്ര ഇഷ്ടമാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ എല്ലാമാണ് അവൾ എൻ്റെ സെക്കൻഡ് മദറാണ് കേട്ടോ. അതുപോലെയാണ് അവൾ എനിക്ക്. അവൾ ചെറുതായിട്ടൊരു ആക്ട്രസ് ഒക്കെ ആണെങ്കിലും അതിൻ്റെ ജാടയൊന്നും അവൾ എൻ്റെ അടുത്ത് കാണിക്കാറില്ല. ബിക്കോസ് ഐ ആം ഹെർ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് അത്ര ഇഷ്ടമാണ്. ഈ ഒരു മൊമെൻറ്റ് ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നേ. അതാണ് വീഡിയോ എടുത്തത്. ബൈ ബൈ.